പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. പ്രിയ ദൈവമക്കളെ നോക്കൂ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു വിശ്വാസിയുടെ കർത്താവിലുള്ള സന്തോഷത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:10 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പ്രിയ മക്കളെ നോക്കൂ, ദൈവത്തിൻ്റെ നീതിക്കായും ദൈവവചനത്തിന് അനുസൃതമായും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഉപദ്രവം എന്നത്. പീഡനങ്ങളും എതിർപ്പുകളും നിന്ദകളും പരിഹാസങ്ങളും ഇക്കൂട്ടർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാകും. നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർക്ക് ദൈവരാജ്യവും സ്വർഗീയ പ്രതിഫലവും വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇപ്പോൾ എത്രയോ ദൈവദാസന്മാർ പല പീഡനങ്ങളിലും ഉപദ്രവങ്ങളിലും ഒക്കെ കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് രക്ഷയ്ക്കുമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പ്രിയ മക്കളെ, കഷ്ടങ്ങളിൽ കൂടിയെന്ന് വിചാരിച്ച് ക്രിസ്തുവിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിലുള്ള ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആശ്വാസം ലഭിക്കുമെന്നുള്ള ആ ഒരു ഇച്ഛയിലൂടെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരും. ഹല്ലേലൂയ. കഷ്ടത എന്ന വാക്ക് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പരിശോധനകളും ഉൾക്കൊള്ളുന്നതാണ്. പ്രിയ മക്കളെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പരിശോധനകളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അടുത്തറിയുവാനുമായി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം നമുക്കുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം മൂലം കടന്നു വരുന്ന എല്ലാ കഷ്ടങ്ങളും നാം മറക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ മറന്ന് ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടി നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ ആ ക്രൂശിനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ തന്നെ ഹല്ലേലൂയ ഈ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു ജഡത്തിൽ കഷ്ട
കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ അനുഭവിച്ച ആ കഷ്ടത ഓർക്കുമ്പോൾ, ആ കഷ്ടം അനുഭവിച്ചത് നമ്മളൊന്ന് ഹല്ലേലൂയ ചിന്തിച്ചു നോക്കുമ്പോൾ പ്രിയ മക്കളെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി സ്വമനസാൽ സ്വന്തം ഇഷ്ടത്താൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് പാപത്തെ എതിർത്തു നിൽക്കുവാനും ദൈവ ഇഷ്ടം മനസ്സിലാക്കി ആ പാതയിൽ കൂടി സഞ്ചരിക്കുവാനും എളുപ്പമാകും. ഹല്ലേലൂയ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? തങ്ങളെ തന്നെ ഹല്ലേലൂയ ക്രിസ്തുവിനോട് ഏകീഭവിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിൽ പങ്കാളികളായി തീരുന്നതിൽ കൂടിയാണ് പ്രിയ മക്കളെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുന്നവരായി ആ പാത പിൻപറ്റുന്നവരായി തീരണം. ഹല്ലേലൂയ. താഴോട്ടുള്ള 4-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യം നോക്കുമ്പോൾ 4:2 പറയുന്നുണ്ട്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ മക്കളെ ഹല്ലേലൂയ ആ പാപത്തിന്റെ പ്രവൃത്തികളെല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ഹല്ലേലൂയ ജഡത്തെ നമ്മൾ മരിപ്പിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നമ്മളെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞല്ലോ ഹല്ലേലൂയ. നോക്കൂ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മുഖങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ട. ഹല്ലേലൂയ. നാം ദൈവ ഇഷ്ടം മനസ്സിലാക്കി ഹല്ലേലൂയ അപ്രകാരം ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, ലോക ഇച്ഛകൾ ഹല്ലേലൂയ നാം എല്ലാം മാറ്റിയിട്ട് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കണം. ഹല്ലേലൂയ. നോക്കൂ, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി അതിൽ ഉറ്റിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം പ്രിയ മക്കളെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പലതരത്തിലുള്ള ഭാഗ്യവാന്മാരെ കാണാൻ കഴിയും. പക്ഷെ നോക്കൂ, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാമല്ലോ, അനേക ദൈവദാസന്മാർ പല വിധത്തിലാണ് നിന്ദകൾ സഹിക്കുന്നത്. ഹല്ലേലൂയ. പലവിധ ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നുണ്ട്. എല്ലാം അവർ സഹിക്കുക എന്തുകൊണ്ടാ? യേശുവിനുള്ള ആ സ്നേഹം കൊണ്ടാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഹല്ലേലൂയ 16-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കുറ്റം ചെയ്തിട്ടോ ഒരു കുല ചെയ്തിട്ടോ ഞാൻ കഷ്ടം അനുഭവിച്ചു എന്ന് പറയുവല്ല, അതിലല്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിച്ചുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതയൊക്കെ വന്നതെന്ന് പറയുന്നത്, അതിൽ നിങ്ങൾ ലജ്ജിക്കരുതെന്ന്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ ആയിത്തീരണം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സന്തോഷം കാണിക്കുകയും നമ്മളെ പലരും പകർന്നെടുക്കുന്നവരായിരിക്കണം. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുന്നെങ്കിലും ക്രിസ്തു നിമിത്തമാണോ ഇതൊക്കെ നേരിട്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആശ്വാസം കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് വചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഹല്ലേലൂയ പല ബുദ്ധിമുട്ടിലൂടെ പ്രയാസങ്ങളിലൂടെ ദൈവ വഴിയിലൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ മാർഗം അന്വേഷിച്ച് നടന്നിട്ട് സഹിക്കുകയാണോ, അതിന് നിങ്ങൾ ഭാരപ്പെടരുത്. കർത്താവിൽ നിന്ന് അതിൻ്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. യേശുപ്പൻ മൂലം ഹല്ലേലൂയ കർത്താവിന്റെ
ദൈവനാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് ഹല്ലേലൂയ നിന്നയ്ക്കല്ലാതെ ആശ്വാസം തന്നെ ആയിത്തീരും. അതിൽ ലജ്ജിക്കാതെ നിൽപ്പാൻ ഹല്ലേലൂയ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പാ. കർത്താവ് അപ്പച്ചൻ ഓരോ മക്കളെയും ദൈവനാമത്തിന് വേണ്ടി തന്നെ ഹല്ലേലൂയ ഒരുക്കിയെടുക്കണമേ. കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ, ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുവാൻ ഹല്ലേലൂയ അതിൽ പങ്കുള്ളവരാകുവാൻ, അതിൽ സന്തോഷം കണ്ടെത്തുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.